2 വർഷം മുമ്പുണ്ടായ പെട്ടിമുടി ദുരന്തത്തിൽ അച്ഛനും അമ്മയും ഉൾപ്പെടെ ഉറ്റവരെയെല്ലാം നഷ്ടമായ ഗോപിക പാലക്കാട് മെഡിക്കൽ കോളേജിൽ MBBSന് ചേർന്നു. ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഗോപിക ജീവിതം തിരിച്ചുപിടിച്ചത്. പിന്നിട്ട വഴികളെക്കുറിച്ച് ഗോപിക ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിക്കുന്നു. പ്രിയ ഇളവള്ളി മഠം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓഗസ്റ്റ് 6 നാടിനെ മുഴുവൻ നടുക്കിയ പെട്ടിമുടി ദുരന്തമുണ്ടായത് അന്നാണ്. ഗോപികയ്ക്ക് അച്ഛനെയും അമ്മയെയും ഉൾപ്പെടെ കുടുംബത്തിലെ 24 പേരെ നഷ്ടപ്പെട്ട ദിവസം. ഇപ്പോൾ ഒരു നാടിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളും നെഞ്ചേറ്റിയാണ് ഗോപിക പാലക്കാട് മെഡിക്കൽ കോളേജിൽ MBBSന് പ്രവേശനം നേടിയിരിക്കുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും ഏറ്റവും വലിയ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കുക എന്നതിൻ്റെ ആദ്യ ചുവടുവെപ്പ് കൂടിയാണ് ഇത്. ഗോപിക അഡ്മിഷനൊക്കെ കഴിഞ്ഞിരിക്കുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനത്തെ ഒരു വളരെ മനസ്സിന് വിങ്ങലുണ്ടാക്കിയൊരു ചിത്രമായിരുന്നു പെട്ടിമുടി ദുരന്തത്തിൻ്റെ 1ാം വാർഷികത്തിൽ ഗോപിക +2 സർട്ടിഫിക്കറ്റായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കുഴിമാടത്ത് നിന്നത്. ഇപ്പോൾ വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് അല്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഇവർ കുറച്ചും കൂടി ഇരുന്ന് ഇതൊക്കെ കാണുവാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ അവർക്ക് ഇത് കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു, അത് കാണിച്ചു കൊടുത്തു. അത്രേ ഉള്ളൂ. ഒരുപാട് പ്രതിസന്ധിയിലൂടെ ആയിരിക്കില്ലേ ഈ ഒരു വഴി എത്താൻ? ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാവില്ലേ? അതെ, എന്നുവെച്ചാൽ ആദ്യം ക്ലാസ്സുകളൊന്നും അധികം അറ്റൻഡ് ചെയ്തില്ലായിരുന്നു. 3 മാസത്തേക്ക് മൂന്നാറിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ +2 പിന്നെ ഇങ്ങനെ പാസ്സായി ഫുൾ A+ ഉണ്ടായിരുന്നു. നാടിൻ്റെ മുഴുവൻ സന്തോഷമാണ്. കാരണം പെട്ടിമുടിയിൽ നിന്ന് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും MBBSന് ഒരാൾ. അതെ, എൻ്റെ ഫാമിലിയിലായാലും പെട്ടിമുടി ആയാലും നഴ്സിംഗ് അങ്ങനെയൊക്കെ കോഴ്സിങ്ങിന് പോകുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ MBBS ഞാനായിരിക്കും. ഒരുപാട് സന്തോഷമുണ്ട്. ബ്രില്യൻ്റ് ആണ്, ഫുൾ സപ്പോർട്ട്. എനിക്ക് ഈ വീട്ടിൽ എത്തിപ്പെടാനുള്ള മൊത്തം ഹോൾ ഫാമിലി ആയിട്ട് നിന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ബ്രില്യൻ്റിൽ അഡ്മിഷൻ തൊട്ട് ഇപ്പോൾ ഇവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വരെ ജോർജ് സാർ എന്ന് വെച്ചാൽ ഫുൾ സപ്പോർട്ടീവാണ്. ബന്ധുക്കളുടെ വീട്ടിലൊക്കെയാണോ ഇപ്പോൾ താമസം? ബന്ധുക്കളുടെ വീട്ടിൽ പോവും. ഞാൻ മിക്കവാറും പഠിക്കുന്ന സ്ഥലത്തുള്ള ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. പിന്നെ കസിൻ സിസ്റ്റർ ട്രിവാൻഡ്രത്തുണ്ട്, ചേച്ചിയുടെ വീട്ടിലാണ് ഞാൻ പോയി നിൽക്കുന്നത്. ഇപ്പോൾ ഹോസ്റ്റലായിരുന്നു, പിന്നെ അവധിയൊക്കെ ദിവസങ്ങളിൽ ചേച്ചിയുടെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട്. അങ്ങനെ പെട്ടിമുടിയിൽ ഇപ്പോൾ ഏറ്റവും അവസാനം എപ്പോഴാണ് പോയത്? 1ാം ആണ്ടിന് പോയതാ. പിന്നെ അതിനുശേഷം ബ്രില്യൻ്റ് ഒന്ന് പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇനി അഡ്മിഷനായിട്ട് അടുത്ത ആഴ്ച പോകണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാത്തിരിക്കാവും. ഒരുപാട്. അതെ. പിന്നെ എന്നാ ക്ലാസ് തുടങ്ങുക അവിടെ? അടുത്ത മാസം 15-ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം എല്ലാ ഭാവങ്ങളും. ഓക്കെ. ജിബിൻ തോമസിനൊപ്പം പാലക്കാട് നിന്ന് പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകുമ്പോൾ മാത്രമാണ് വിജയിക്കാനാവുക എന്ന് കരുതുന്നവർക്കുള്ള ഒരു നല്ല മറുപടിയും നല്ല സന്ദേശവുമാണ്